നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യ രാജ്യത്ത് ഉടനീളമുള്ള മുസ്ലിം പള്ളികളിലെയും ദർഗകളിലെയും കൃത്യമായിട്ടുള്ള അവിടുത്തെ സർവേകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദേവ പറഞ്ഞ വാക്ക് ഈ രാജ്യത്ത് വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കൃത്യമായും സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയാൻ യാതൊരു രീതിയിലുള്ള ഭയമോ യാതൊരു മടിയും കൂടാതെ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് ദുഷ്യന്ത് ദേവ. അദ്ദേഹം ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ വരെ കൃത്യമായി വിമർശിച്ചിട്ടുണ്ട് നിരവധിയായ സാഹചര്യങ്ങളിൽ. എന്നാൽ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിൻ്റെ പോക്കിനെക്കുറിച്ച്, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാവകാശത്തെക്കുറിച്ച് ഓർത്ത് താൻ പല രാത്രികളിലും ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അവിടെ സർവേകൾ നടക്കുന്നത്, രാജ്യത്തെ പള്ളികളിലും അതുപോലെ ദർഗകളിലുമുള്ള സർവേകളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സമ്പല്ലെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിതീവ്രമാകുമ്പോൾ പറഞ്ഞിരിക്കുന്ന വിവരമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. സമ്പല്ലേക്ക് കൃത്യമായും സന്ദർശിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തയ്യാറെടുക്കുമ്പോൾ മറ്റ് പല കാരണങ്ങൾ പറഞ്ഞ് അവിടുത്തെ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടി എല്ലാ തരത്തിലും അവരെയൊക്കെ വിലക്കാൻ BJP വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ബുദ്ധി പയറ്റുമ്പോഴാണ് ദുഷ്യന്ത് ദർഗയുടെ ഈ വാക്കുകൾ പ്രസക്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അതായത് സമ്പൽ വിഷയം മാത്രമല്ല, UP-യിൽ വലിയ തോതിൽ അവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ യോഗി സർക്കാർ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന വാക്കുകൾ വലിയ തോതിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അഖിലേഷ് യാദവ് കൃത്യമായും കോൺഗ്രസിനോട് പറഞ്ഞിരിക്കുന്നത്, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള സംസ്ഥാനമായ, ഏറ്റവും കൂടുതൽ ലോക്സഭാ MP-മാരെ അയക്കുന്ന, ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളുള്ള ഏറ്റവും വലിയ സഭയായ ഉത്തർപ്രദേശ് നിലനിൽക്കുന്ന ഈ മണ്ണ് നിലനിർത്തണമെങ്കിൽ, സാഹോദര്യം നിലനിർത്തണമെങ്കിൽ, BJP അധികാരത്തിൽ നിന്നും താഴെ ഇറക്കണമെങ്കിൽ കൃത്യമായും ഒരു ഇക്വേഷനിലേക്ക് പോയേ മതിയാവുകയുള്ളൂ. കള്ളവോട്ട് തടയുന്നത് മാത്രമല്ല, വലിയ തോതിൽ EVM-നെതിരെ ഒരുമിച്ച് പോരാടാൻ കൃത്യമായി തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് സമാജ്വാദി പാർട്ടിയുടെ ദേശീയ മുഖമായ അഖിലേഷ് യാദവ് പറഞ്ഞു വയ്ക്കുന്നത്. ഒരുപക്ഷെ മുലായം സിംഗ് യാദവ് പോയതിനേക്കാൾ അതികഠിനമേറിയ വഴികളിലൂടെയാണ് അഖിലേഷ് യാദവ് ഇന്ന് സഞ്ചരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയമാണ് തങ്കലിപികളാൽ 2024 ഈ തെരഞ്ഞെടുപ്പിൽ എഴുതപ്പെട്ടത്. 80-ൽ 37 സീറ്റുകൾ നേടിയെടുത്തപ്പോൾ BJPയുടെ നട്ടല് തകർന്നുപോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഹിന്ദി ഹൃദയഭൂമി BJPക്ക് എതിരായി ചിന്തിക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. വാരണാസിയിൽ ഏകദേശം 35% വോട്ട് എണ്ണുന്നത് വരെ, നരേന്ദ്രമോദി 8200 വോട്ടുകൾക്ക് പിന്നിലാകുന്നത് വരെ ഈ രാജ്യം നിരവധിയായ ചാനലുകളിലൂടെ, ബിഗ് സ്ക്രീനിലൂടെ കണ്ടു എന്നുള്ളത് BJPക്ക് വിജയത്തിൽ പൊതിഞ്ഞ പരാജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ ഒരു പോരാട്ടം UP-യിൽ നടത്തി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ സമാജ്വാദി പാർട്ടി കോൺഗ്രസുമായി കൈകോർക്കുമ്പോൾ ദുഷ്യന്ത് ദർഗയുടെ ഈ വാക്കുകൾ അഖിലേഷ് യാദവ് കടമെടുത്തിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമായി മാറാൻ കൃത്യമായും പ്രതിപക്ഷ നേതാവിന് സാധിക്കും. അത് എനിക്ക് ഉറപ്പാണ് എന്നാണ് അഖിലേഷ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.